സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ജൂബിലിയുടെയും അമലയുടെയും മുമ്പിൽ നടക്കുന്ന സമരങ്ങൾ വളരെ ദിവസങ്ങളായി, ഏകദേശം 90 ദിവസത്തോളം അടുക്കാറായി സമരം നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സമരം ഇത്രയും നീണ്ടുപോകുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ സമരം നടക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ എൻ്റെ ചില ചിന്തകളാണ്, എൻ്റെ അഭിപ്രായങ്ങളാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഈ സമരത്തിന് കഴിഞ്ഞ ദിവസം ആസ്പത്രി അധികൃതർ പുറത്തുവിട്ട ശമ്പള സ്കെയിൽ വായിച്ചു നോക്കിയപ്പോൾ മാന്യമായ ശമ്പളം ജൂബിലി മിഷൻ ആശുപത്രിയിൽ നൽകുന്നുണ്ട്. 35,000 രൂപ മുതൽ 65,000 രൂപ വരെയുള്ള ശമ്പളം ലഭിക്കുന്ന നഴ്സുമാരുണ്ട് എന്നാണ് അവിടുത്തെ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നത്. മാന്യമായ ശമ്പളമുള്ളപ്പോൾ തന്നെ നാട്ടിൽ സാധാരണക്കാരായ ഒരു ജോലിക്കാരന് ലഭിക്കേണ്ട മാന്യമായ ശമ്പളം ലഭിക്കുന്ന ഒരു മിഷൻ ആശുപത്രിയുടെ കാഴ്ചപ്പാടുകളുള്ള മിഷൻ ആശുപത്രികളിൽ അമലയിലെയും ജൂബിലിയിലെയും നഴ്സുമാർ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പല സന്ദർഭങ്ങളിലും പറയുന്നത് ഇവർക്കത് ശമ്പളം പോരാ എന്നാണ്. ഇപ്പോൾ 35,000 കിട്ടുന്ന ജീവനക്കാരുടെയും ആഗ്രഹം അതൊരു 50,000 ആകണമെന്നോ 60,000 ആകണമെന്നോ. 60,000 ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അത് 70,000 80,000 ആകണമെന്നോ. എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണ്. കാരണം 50,000 കിട്ടിയാൽ 50,000-ത്തിനനുസരിച്ച് ചിലവ് വരികയാണ്. ആ ചിലവ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ കൂടുതൽ വർധനവ് വേണമെന്ന് പറയും. പക്ഷെ ഇങ്ങനെ ശമ്പളം വളരെയധികം വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ഇത് നടത്തിക്കൊണ്ടു പോകുന്ന ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊന്നും ഇതിനകത്തേക്ക് ചിലവ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇത് അവിടെ വരുന്ന രോഗികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടും. അങ്ങനെ ജൂബിലിയും അതുപോലെ തന്നെ അമലയും ഉൾപ്പെടെയുള്ള ആശുപത്രികളിലേക്ക് വരുന്ന സാധാരണക്കാരായ ആളുകളുടെ മേൽ ഈ അധിക ഭാരം അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഇന്നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ഈ സമരം എത്രയും വേഗം നിങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നതും 1-2 ദിവസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളൊക്കെ സമരം ചെയ്യുന്നതൊന്നും തെറ്റാണെന്ന് തോന്നുന്നില്ല. സംഘടന ഉണ്ടാകണം, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ സംഘടനയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ ഈ സമരം അവസാനിപ്പിച്ച് മാനേജ്മെൻറ്റുകളുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം. അത് സാധാരണക്കാരനായ രോഗികളുടെ ഒരു അഭ്യർത്ഥനയാണ്. രോഗികളായ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഇതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ശമ്പളം നിങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലുകളിൽ നിന്ന് ലഭിക്കുമെങ്കിൽ അവിടേക്ക് മാറണം. ഒരു സ്ഥലത്ത് തന്നെ ഞാൻ ജോലി ചെയ്യുള്ളൂ എന്നൊന്നും തീരുമാനിക്കണ്ടല്ലോ. നിങ്ങൾക്ക് അധികം ശമ്പളം ആഗ്രഹമുള്ളവരെ അവർ മറ്റേതെങ്കിലും ഹോസ്പിറ്റലുകളിൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന ഹോസ്പിറ്റലുകളിലേക്ക് മാറട്ടെ, അല്ലെങ്കിൽ സർക്കാർ സർവീസുകളിലേക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. അവിടെ നിങ്ങൾ സർക്കാരിനോട് സമരം ചെയ്യണം. കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നഴ്സുമാരില്ലെന്നാണ് ഗവൺമെൻറ് നഴ്സുമാർ അസോസിയേഷനൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ സർക്കാരിനോട് ആവശ്യപ്പെടുക, നിങ്ങൾ ഇത്രയധികം ആളുകൾ സർക്കാരിലേക്ക് എടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് സംവിധാനം ഒരുക്കണം. പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കുന്ന മിഷൻ ഹോസ്പിറ്റലുകളുടെ മുൻപിൽ സമരം ചെയ്ത് അതിൻ്റെ പേരിൽ അവിടുത്തെ വൈദികരെയും സഭാ സമൂഹത്തെയും ഒക്കെ അവഹേളിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പോകാതെ മാന്യമായ രീതിയിലുള്ള സമരമാക്കി ഇത് മാറ്റണം. ആ സമരത്തിന് ചെയ്യുന്നതിനോട് നമ്മൾ എതിർപ്പൊന്നുമില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ എങ്കിലും നിങ്ങളുടെ സമരം ഇനിയും നീട്ടിക്കൊണ്ട് പോകാതെ എത്രയും വേഗം അതിനൊരു പരിഹാരം കണ്ട് മാന്യമായ ഒരു ഒത്തുതീർപ്പ് അവസ്ഥ വെച്ച് മനസ്സിലാക്കി മാനേജ്മെൻറ്റുമായി സഹകരിച്ച് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി നിങ്ങൾ എത്രയും വേഗം ഈ സമരം അവസാനിപ്പിച്ച് പോകണം എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് മാന്യമായ ശമ്പളം കിട്ടാത്തവരുണ്ടെങ്കിൽ, ഈ 35,000 രൂപയിൽ താഴെയാണ് ശമ്പളമുള്ള ആളുകളൊക്കെയാണ് ഭേദപ്പെട്ട അർഹതയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാന്യമായ ശമ്പളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെന്നാണ്
എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.